നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതല്ലേ ഒരുത്തി ഇപ്പൊ വീട്ടിലമ്മയായത്. അയ്യോ മാഡം, ദേവയാനി മാഡം പറഞ്ഞുകൊണ്ട് മാത്രമാ ഞാൻ ഇതൊക്കെ എടുത്തോണ്ട് വന്നത്. ഞാൻ പറഞ്ഞിട്ടോ? നാത്തൂനെ, എന്നാലും എന്നോട് എന്റെ മോളോട് ഈ ചതി വേണ്ടായിരുന്നു. ഇല്ല ഹൈമാവതി, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നീ എന്തിനാ നുണ പറയുന്നത്? വർഗസ്നേഹം കാണിക്കാൻ എന്നെ കൂട്ടുപിടിക്കേണ്ട കാര്യം എന്താ? മാഡം അല്ലേ ഇതൊക്കെ എടുത്തോണ്ട് വരാൻ പറഞ്ഞത്? മാഡം പറഞ്ഞത് ഞാൻ വ്യക്തമായി കേട്ടതാ. സീമേ, മഹിയൊക്കെ വന്നത് കണ്ടില്ലേ? വേഗം ആരതി നിലവിളക്കം കൊണ്ടുവരൂ. ദേവയാനി മാഡം അല്ലേ ആരതി നിലവിളക്കം കൊണ്ടുവരാൻ പറഞ്ഞത്? അതെ. സീമയോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, വീട്ടുകാരും അംഗീകരിക്കാത്ത ഈ വിവാഹം അംഗീകരിക്കാനും എനിക്ക് പറ്റില്ല. അത് പറയേണ്ടത് മുത്തശ്ശിയാ. മുത്തശ്ശി പറയട്ടെ, ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കണ്ടെന്ന്. അല്ലെങ്കിൽ അത് ചെയ്തിരിക്കണം. മുത്തശ്ശി, കണ്ടല്ലോ, ഇപ്പൊ മനസ്സിലായില്ലേ? ജാനകി അമ്മയ്ക്ക് ഞങ്ങളുടെ അഭിപ്രായം തന്നെയാ. ഇതെന്താ ഞാൻ പറഞ്ഞിട്ട് ആരും കേൾക്കാത്തത്? എനിക്ക് എന്റെ അച്ഛനെ അമ്മയെ സ്വീകരിക്കുന്ന കാണണം. എന്റെ ഇഷ്ടത്തിനാ ഇവിടെ എല്ലാം നടക്കുന്നതെന്ന് പറയില്ലേ? എന്നിട്ട് എന്താ ഇത് മാത്രം നടത്താൻ ഒരു മടി? മാളു, ആവശ്യമില്ലാത്ത കാര്യത്തിൽ കുട്ടികൾ അഭിപ്രായം പറയാൻ പാടില്ല. പറ്റില്ല, എനിക്കത് കാണണം. എല്ലാം ദേ അവളുടെ പണിയാ. പാളുവിനെ കൊണ്ട് എല്ലാം ചെയ്യിക്കുന്നത് ഗംഗയാ. സോപ്പിട്ട് നടന്ന് നടന്ന് വേലക്കാരി വീട്ടുകാരി ആയല്ലോ. അതെ, ഇനി അവൾ എന്തൊക്കെ ചെയ്യുമെന്ന് കാണണം. വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് അത് അംഗീകരിക്കുന്നതല്ലേ നല്ലത്? അല്ല, നിന്നോട് ആരാ അഭിപ്രായം ചോദിച്ചത്? മതി, കുറച്ചു നേരമായി ഞാൻ എല്ലാം കണ്ടുകേട്ട് നിൽക്കുന്നു. ഈ വീട്ടിൽ ഏറ്റവും വലുത് മാളുവിന്റെ സന്തോഷം തന്നെയാ. അവൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കണം. മകിയും ഗംഗയും ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റ്. വാ മോളെ. വേണ്ട, ഇത് ചെയ്യേണ്ടത് അവന്റെ അമ്മയാ നീയാ ദേവേനി. വിശുട്ട, അത് ഞാൻ പറയുന്നത് നീ കേൾക്കണം. കേട്ടേ മതിയാവൂ. ഇന്ന് വരെ ഒരു കാര്യത്തിലും ഞാൻ ആരെയും ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല. പക്ഷെ ഇത് എന്റെ തീരുമാനമാണ്. വേഗം ഗംഗയും മഹിയും അകത്തേക്ക് സ്വീകരിക്ക്. ചെല്. ആ, ഭഗവാനെ, ശ്രീ മഹേശ്വര, മഹിയേട്ടൻ എന്നെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാ. അത് സംഭവിച്ചെങ്കിലും ഞാൻ ആഗ്രഹിക്കാത്ത രീതിയിൽ അത് നടന്നത്. ഇനി ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നത് എനിക്കറിയില്ല. എന്റെ ജീവിതം
എങ്ങോട്ടാണെന്ന് അറിയില്ല. എല്ലാം ഭഗവാന്റെ കാൽക്കൽ സമർപ്പിച്ച് ഒഴുക്കിനൊത്തു പോവാനേ എനിക്കറിയൂ. രക്ഷിക്കണേ ശ്രീ മഹേശ്വര. താങ്ക് യു ശ്രീ മഹേശ്വര. ഞാൻ പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞ പോലെ ഗംഗയച്ഛൻ കല്യാണം കഴിച്ചു. ഗംഗ എന്റെ അമ്മയായി. എനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ. നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം ഭഗവാൻ സാധിച്ചു തരുമെന്ന് ഗംഗ പറഞ്ഞപ്പോ എനിക്ക് ഇത്ര വിശ്വാസം ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ വിശ്വാസമായി. ഒത്തിരി താങ്ക്സ്. എന്നാലും അവര് വീണില്ലല്ലോ മോളെ. നമ്മുടെ പൗഡർ പരിപാടിയും ചീറ്റി. ഈ പൗഡർ ഒന്നും കൊള്ളില്ല അമ്മേ. അതിലൊന്നും ചവിട്ടി ആരും വീഴത്തൊന്നുമില്ല. അതാ പൗഡറിന്റെ കുഴപ്പമൊന്നുമല്ല. കാറ്റടിച്ചപ്പോ പൗഡർ പറന്നു പോയില്ലേ. എന്തായാലും പരിപാടി ചീറ്റി. ഇനി നമുക്ക് വേറെന്തെങ്കിലും പരിപാടി നോക്കാം. എന്നാലും ആ കുട്ടിപ്പിശാച് പോലും വീണില്ലല്ലോ. അതാ സങ്കടം. അയ്യോ അമ്മേ. നീ എന്റെ മോളെ കുട്ടിപ്പിശാചെന്ന് വിളിക്കുവല്ലേ? അവിടെ കിടക്കടി. നിനക്കുള്ളത് ഇനിയും പുറകെ പുറകെ തരാം. അയ്യോ, എഴുന്നേക്കമ്മേ. അയ്യോ, എന്താ പറ്റിയത്? നീ നിലവിളക്കം കൊണ്ട് വലത് കാലം വെച്ച് വീട്ടിൽ കയറിയില്ലേ? അതിന്റെയോ? ഇനി ഇവിടെ എന്തൊക്കെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുമെന്ന് കണ്ടറിയണം. പതുക്കെ. അയ്യോ, നീ ഒന്ന് പിടിച്ചെണീപ്പിക്കണേ. നോക്കി നിൽക്കാതെ അമ്മ വന്ന് പിടിച്ചെണ്ണീപ്പിക്കടി. പതുക്കെ. സൂക്ഷിച്ച് 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 സൂക്ഷിച്ച്. വാ അമ്മ. നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. പതുക്കെ വാ. പതുക്കെ. നോക്കി. അവരെ സഹായിക്കണ്ടായിരുന്നു. ഒന്നുകൂടി തള്ളിയിട്ടാ മതിയായിരുന്നു. അയ്യോ, അങ്ങനൊന്നും പറയാൻ പാടില്ല. നമ്മൾ എല്ലാരോടും നല്ല കാര്യങ്ങളെ ചെയ്യാവൂ, നന്മയോടെ പെരുമാറാവൂ. എന്നാലേ ഈശ്വരൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കൂ. എന്റെ മോളെ വളർത്തേണ്ടത് നീ തന്നെയാ ഗംഗേ. തെറ്റും ശരിയും പറഞ്ഞുകൊടുത്ത് അവളെ ഒരു നല്ല കുട്ടിയായി വളർത്താൻ നിനക്കേ സാധിക്കൂ. വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.